ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് നെല്ലിശ്ശേരിയിൽ നിന്നും ഇറങ്ങുന്ന ആതിരയാണ്. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരികയും ആതിരയെ കാണുകയും ചെയ്യുന്നു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്, എന്തു പറ്റിയെന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും തുറന്നു പറയാതെ ആതിര അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അനഘ ഒരു കത്തിയുമായിട്ട് ആതിരയെ കൊല്ലാനായി ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയും അനഘ മുഖമടക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഒന്നെങ്കിൽ നീ സന്ദീപിനെ മറക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ നീ അവനെ കല്യാണം കഴിച്ചിരിക്കും എന്ന വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകണം. നിനക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് ഈ ചേച്ചി ഉണ്ടാകും. ആദ്യം നിനക്ക് വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. നമുക്ക് എന്താണെങ്കിലും ഒരു അറ്റ കൈ പ്രയോഗം തന്നെ ഇപ്പോൾ നടത്താം. ഒരു ഷോർട്ട് കട്ട് എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ചേച്ചി നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് അവന്തിക പറയുമ്പോൾ സമ്മതമെന്ന് അനഘയും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആതിര വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനൂപും മറ്റുള്ളവരും. നീ എവിടെ പോയെന്ന് അനൂപ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാമുകനെ കാണാൻ പോയതാണെന്ന് ആതിര പറയുകയാണ്. ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോടെ ആതിരയെ അടിക്കുകയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്നും ആരും എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ വരണ്ടെന്നുമൊക്കെ ആതിര പറയുമ്പോൾ ആതിരയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരുങ്ങുകയാണ് അനൂപ്. അങ്ങനെ അനൂപ് ആതിരയെ തള്ളുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന വരുന്നു. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. എന്താ മോളെ, എന്താ പ്രശ്നമെന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ടെങ്കിലും ആതിര ഒന്നും പറയുന്നില്ല. തുടർന്ന് മീര പറയുകയാണ്, നിന്റെ അനിയത്തിക്ക് ഒരു പ്രണയബന്ധമുണ്ടെന്ന്. അവൾ അവളുടെ കാമുകനെ കാണാൻ പോയിട്ട് ദേ ഇപ്പോഴാ വന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ദേ ഏട്ടത്തി, കാര്യം അറിയാതെ സംസാരിക്കരുത്. അവൾ രാവിലെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഇവിടെ എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ ചുമ്മാ ഇട്ട് തല്ലാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായെന്ന് ദയാനന്ദ മാഷ് പറയുമ്പോൾ അർച്ചന അനൂപിനോട് പറയുകയാണ്, എന്താണെങ്കിലും എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു വഴിവിട്ട ബന്ധം ഇല്ല. അതെന്താണെങ്കിലും എനിക്ക് ഉറപ്പാണെന്ന് അർച്ചന പറയുമ്പോൾ ആതിര പറയുകയാണ്, എനിക്കൊരു ബന്ധമുണ്ട്. അയാളെ എനിക്കിഷ്ടമാ. പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ആരോടും പറയാതിരുന്നത്. ഇത് കേൾക്കുന്ന അനൂപ് വീണ്ടും ആതിരയെ തല്ലാൻ ഒരുങ്ങുമ്പോൾ ആതിരയെ മാറ്റി നിർത്തി അർച്ചന ചോദിക്കുകയാണ്, ആരാ മോളെ, നീ ആരാണെന്ന് പറ. ഞങ്ങള് നിന്റെ കല്യാണം നടത്തിത്തരാം. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്, നെല്ലിശ്ശേരിയിലെ സന്ദീപ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അനൂപ് പറയുകയാണ്, നീ ആരെ വിവാഹം കഴിച്ചാലും ശരി, എന്താണെങ്കിലും നിന്നെ ആ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ല. സന്ദീപിന് എന്നെ ഇഷ്ടമാണ്. സന്ദീപ് എന്നെ വന്ന് വിളിച്ചാ ഞാൻ എന്താണെങ്കിലും ഇറങ്ങിപ്പോകുമെന്ന് ആതിര പറയുമ്പോൾ നീ എൻ്റെ ശവത്തി ചവിട്ടി ഇറങ്ങൂ എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിൽ നിന്നും ബലമായി ഫോൺ വാങ്ങി ആതിരയെ മുറിയിലിട്ട് പൂട്ടുകയാണ് അനൂപ്. ഇനി ഞാൻ പറയാതെ ഇവൾക്കാരും പച്ചവെള്ളം പോലും കൊടുക്കരുതെന്നും അനൂപ് പറയുന്നു. അങ്ങനെ മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന ആതിരയാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവനെ കാണാനായിട്ട് സിസ്റ്റർമാരും പള്ളിയിലെ ഒരാളും കൂടി വന്നിരിക്കുകയാണ്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നെന്ന് സിസ്റ്റർ പറയുന്നു. നിങ്ങളിപ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ വർഷത്തെ ട്രസ്റ്റിലേക്കുള്ള ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല, അത് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് സിസ്റ്റർ പറയുകയാണ്. ഈ കാര്യം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സേതുമാധവൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.